നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, ഈ മണിക്കൂറുകളിൽ കേരളം കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇനിയുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതല്ലേ? അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിഞ്ഞാൽ മതി, ഇനി ബാക്കി മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും അറിയാനൊന്നുമില്ല. ഏതാണ്ട് എല്ലാം പുറത്തു വന്നു, ഏതാണ്ട് പകുതിയോളം പേരെ പേര് വന്നു, കോൺഗ്രസിലും 51ഓളം പേരെ പേര് വന്നു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 35 പേരുകൾ, ആ പേരുകളെ കാത്തിരിക്കുകയാണോ കേരളത്തിലെ പൊതുസമൂഹം? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികളും കാത്തിരിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെ. അതേപോലെ തന്നെ അതിനെ എതിർക്കുന്നവരും കാത്തിരിക്കുന്നുണ്ട്. ഇതിനകത്തിൽ ഇനി 37 പല തർക്കങ്ങൾ ഉണ്ടാവുമോ? ഇപ്പൊ 24 മണിക്കൂർ എന്നുള്ളത് 48 കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സമയങ്ങൾ എണ്ണിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, മണിക്കൂറുകൾ എണ്ണിയിരിക്കുന്ന എതിരാളികളുമുണ്ട്. അവരും കാത്തിരിക്കുകയാണ് ഇതിനകത്ത് എന്ത് വരുന്നെന്നുള്ളതിന്. പക്ഷെ ഇപ്പൊ വരുന്നൊരു സൂചന അനുസരിച്ച് വളരെ ശുഭപ്രതീക്ഷയുള്ള ഒരു സൂചനയാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തില് ഉണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ MP മാർ മത്സരിക്കണമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേഹം കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പദാസംഭവ സൂചിപ്പിച്ചതുപോലെയുള്ള 35-37 പേരുടെ ലിസ്റ്റോ മറ്റോ വരാനുണ്ട്. 55 എണ്ണം ഇന്നലെ വന്നിട്ടുണ്ടല്ലേ? 55 എണ്ണം വന്നിട്ടുണ്ട്. 51 പേര് വന്നിട്ടുണ്ട്. ബാക്കി ലിസ്റ്റുകൾ ഇതാ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതിപ്പോ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ യോഗം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് ഫൈനലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഈ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ കേരളത്തിലെ UDF-ന്റെ ആളുകളും കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ചിരുന്ന ഒരു സമഗ്രമായ ലിസ്റ്റ്, അത് വെറും ലിസ്റ്റ് ആരില്ല, സമഗ്രവും കുറ്റമറ്റതുമായ ലിസ്റ്റ്, അത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡം AICC വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പാർട്ടി നേതൃത്വം വെച്ചിരുന്നു. അതായത് നിലവിൽ MP മാരാരും മത്സരിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സീറ്റിന് വേണ്ടി അവകാശമായിട്ട് ഉന്നയിച്ച് ആദ്യം വന്നിരുന്നത് കോൺഗ്രസിന്റെ കണ്ണൂർ MP-ആയ K. സുധാകരനായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട്, ഒരാഴ്ചയായിട്ട് ഇത്തരം കാര്യങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. രാഷ്ട്രീയ കേരളം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു അത് വളരെ സജീവമായിട്ട് കത്തി നിൽക്കുകയുമായിരുന്നു. ഇന്നിപ്പോ ഉച്ചവരെ അത് സംബന്ധിച്ചുള്ള സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് NOC വാങ്ങിച്ചു, NLC നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള ഹൗസിൽ നിന്ന് വാങ്ങിച്ചു. ഒരു MP-യൊക്കെ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. അപ്പൊ കേരള ഹൗസിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ലയബിലിറ്റി എല്ലാം തീർത്ത ശേഷം അദ്ദേഹം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു. അപ്പൊ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്നൊരു വളരെ പോസിറ്റീവായൊരു തീരുമാനമാണ് വന്നത്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പൊ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം കൈപ്പത്തിയിലാണോ മത്സരിക്കുന്നത്, അതോ ഇനിയും അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുമോ? അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സുധാകരന്റെ സ്വഭാവം അറിയാവുന്നതും കണ്ണൂരിന്റെ ഒരു പശ്ചാത്തലം അറിയാവുന്നവരും ആരും അത്തരത്തിലുള്ള ഒരു കടുങ്കൈയൊന്നും സുധാകരൻ ചെയ്യുമെന്നുള്ള കാര്യത്തിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. അത്തരത്തിലുള്ളൊരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്കൊന്നും അദ്ദേഹം പോകത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മത്സരിക്കണം. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യം എന്താണ് ഇപ്പോഴും? പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അനിവാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. 10 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയാണ്, മുന്നണിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാവുന്ന സീറ്റുകളിൽ, ഉറപ്പുള്ള സീറ്റുകളിൽ ജയിക്കാവുന്ന സ്ഥാനാർത്ഥികൾ നിൽക്കണം. അതൊരു വലിയ ഘടകം തന്നെയാണ്. അതിനല്ലേ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അല്ലാതെ ഒരു മാനദണ്ഡം അവിടെ ഏർപ്പെടുത്തുക, MP-മാരാരും മത്സരിക്കണ്ട, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരാരും മത്സരിക്കണ്ട എന്നൊരു മാനദണ്ഡമൊന്നും ഏർപ്പെടുത്താൻ സാധ്യമല്ല. കാരണം കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രമില്ല. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ഥാനത്ത് ഒരാൾ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം മത്സരിക്കരുതെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പൊ KPCC പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, സംഘടനാ തലത്തിലുള്ളവരും മത്സരിക്കുന്നുണ്ട്. AC വേണുഗോപാൽ മത്സരിച്ചില്ലേ? AC വേണുഗോപാൽ തന്നെ രാജ്യസഭയിലെ അംഗമായിരുന്ന സമയത്ത് അത് വിട്ടിട്ടാണല്ലോ പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. അപ്പൊ സംഘടനാ സെക്രട്ടറിയുമാണ്, ഏറ്റവും സമുന്നതനായ നേതാവുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരം ഒരു മാനദണ്ഡം, ഈ മാനദണ്ഡം എവിടുന്ന് വന്നിരുന്നു, എങ്ങനെയാണ് ഇത് എയറിൽ എത്തിയെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട്. ആരാണ് ഈ മാനദണ്ഡം ആരും ചോദിക്കുമ്പോ ആരും പറഞ്ഞിട്ടുമില്ല. ഔദ്യോഗികമായിട്ട് പറയുന്നില്ല എന്തുകൊണ്ടാണ് MP-മാര് മത്സരിക്കുന്നത്. അതിനകത്തൊരു കാരണം പറയുന്നത്, ഈ പറയുന്ന പോലെ 99 അംഗങ്ങളാണല്ലോ കോൺഗ്രസിന് ഉള്ളത്, ലോകസഭയിൽ ഉള്ളത്. അപ്പോൾ അല്ലെ, ഞാൻ പറയുന്ന എണ്ണം ശരിയാണെന്നാണ് എൻ്റെ ധാരണ. അതില് ഈ പറയുന്ന കേരളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 19ഓളം 18 പേര് കോൺഗ്രസ്സുകാരാണ്. ഒരു ലീഗിന്റെ
നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോ ഇവര് മത്സരിക്കാൻ പോയാൽ ആ ഉള്ള സീറ്റും കൂടെ പോകുമോ എന്നൊരു ഭയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ചോദിക്കും, പ്രതിപക്ഷത്തിരിക്കുന്ന ഇവർക്ക് പ്രതിപക്ഷത്ത് ഇരുന്ന് വേറെ എന്താ പണി, പ്രത്യേകിച്ച് പോയി അവിടെ സ്കൂൾ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുന്ന പോലെ അറ്റൻഡൻസ് കൊടുക്കാനല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ എന്താ റോള് എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ എങ്കിലും രാഷ്ട്രീയമായിട്ട് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി മുതൽ ഇങ്ങേയറ്റം അടൂർ പ്രകാശ് തുടങ്ങി പ്രഗത്ഭരായിട്ടുള്ള ഷാഫി പറമ്പിൽ തുടങ്ങിയിട്ടുള്ള നിരവധി എം പിമാരെ സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞു. അപ്പൊ കൈ കിട്ടിയത് പോകും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതായിരിക്കില്ലേ? അതിപ്പോ ആര് പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്ന് പറയുന്നു സാർ? അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ദാസേ. കയ്യിൽ കിട്ടിയ സ്ഥാനങ്ങൾ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ വേണം. എം പിമാരുടെ കാര്യമാണ് ദാസ് ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഞാൻ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ എം പി സ്ഥാനം രാജിവെച്ച് മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണം. അങ്ങനെയുള്ളവർക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഞാൻ വെച്ചൊഴിയുന്ന മണ്ഡലത്തില് എനിക്കും പകരം വരുന്ന ഒരാളിനെ എം പി സ്ഥാനത്തേക്ക് ജയിപ്പിക്കാനുള്ള ഒരു വിശ്വാസവും വേണം. ആത്മവിശ്വാസം ഉള്ളവർക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അത് രണ്ടും ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കണ്ണൂരിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നമ്മൾ അനുഭവ സമ്പത്തും പാരമ്പര്യവും നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുധാകരന് കണ്ണൂരിൽ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണത്. അതിനകത്തൊരു സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വേണ്ട 36,000 വോട്ടിന്റെ ലീഡാണ് അദ്ദേഹം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം അവിടെ ലീഡ് എടുത്തിരിക്കുന്നത്. അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം 36,000 വോട്ടിന്റെ ലീഡ് എടുത്തിട്ടുണ്ട് ആ മണ്ഡലത്തിൽ, കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ. തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലവും തന്നെയാണ്. അതേപോലെ തന്നെ കണ്ണൂരിലൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ, പാർലമെന്റ് സ്ഥാനാർത്ഥി ഒരാൾ വന്നു കഴിഞ്ഞാൽ സുധാകരൻ അവിടെ സജീവമായിട്ട് നിൽക്കുകയാണെങ്കിൽ ജയിപ്പിക്കാനും സാധിക്കും. അതിനും ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് കോന്നി അതുപോലെ തന്നെയാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ആ മണ്ഡലം ജയിപ്പിക്കാൻ പറ്റും. കാരണം വർഷങ്ങളായിട്ട് പരിചയസമ്പന്നരാണ് ഇവര്, ഈ പരിചയസമ്പത്തുള്ള ആളുകളാണ്. അവർക്ക് ഈ മണ്ഡലത്തിന്റെ A to Z അറിയാം. അവരുടെ കൈവെള്ളയിൽ പോലെ സുപരിചിതമായ ഒരു മണ്ഡലമാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കോന്നി എന്ന് പറയുന്നത്. അതുപോലെ ആറ്റിങ്ങൽ അദ്ദേഹം ജയിച്ചെടുത്തതല്ലേ. ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ കോട്ടയായിരുന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ പോയി അദ്ദേഹം വിജയിച്ചു. ഇപ്രാവശ്യം തന്നെ ഒരുപാട് കള്ള വോട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാം മാറ്റി ചെറിയ മാർജിനാണ് ജയിച്ചതെങ്കിലും അത്തരത്തിലുള്ള സജീവമായ പ്രവർത്തനം കൊണ്ട് ആ മണ്ഡലം ജയിപ്പിച്ചെടുത്തു. ആ ആത്മവിശ്വാസം വേണം. ആത്മവിശ്വാസം ഉള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പാർട്ടിക്ക് അത് ഘടകമായിരിക്കണം. ഇപ്പൊ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ജയിക്കാവുന്ന സീറ്റുകളിൽ മത്സരിക്കുക, ജയിപ്പിക്കാവുന്ന സംഘടന. ഇപ്പൊ ഏറ്റവും വലിയ അത്യാവശ്യം അതാണ്. ഇപ്പൊ 72 ഒന്നും പോരാ. നല്ല മാർജിന് UDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് 100 സീറ്റിലേക്ക് ജയിച്ചെത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ്. നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തിക്കൂടെ സാർ? അതായത് 51 സീറ്റുകൾ ഇന്നലെ പ്രഖ്യാപിച്ചു. അതിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 35 സീറ്റ് കിട്ടുമെന്ന് നമുക്ക് വെക്കാം സാർ. ഇനി പ്രഖ്യാപിക്കാൻ പോകുന്ന ഇനിയും ഉണ്ട് ഏതാണ്ട് 35 സീറ്റ്. അപ്പൊ ആ 80 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നാണ് പറയുന്നത്. ശരി, അപ്പൊ ഇനി പ്രഖ്യാപിക്കാൻ പോകുന്ന 35 സീറ്റിൽ ഒരു 30 കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ തന്നെ 65 സാർ. ഈ 65ന്റെ കൂടെ ലീഗിന്റെ, സാർ പറഞ്ഞ പോലെ മലബാറിലെ ലീഗിന്റെ കൂട്ടിയാൽ അവരെന്ത് വന്നാലും ഒരു 18 സീറ്റ് പിടിക്കില്ലേ? പിന്നെ കേരള കോൺഗ്രസ് മാണി എന്തിനാണ് നിൽക്കുന്നത്? അവർക്കും കിട്ടത്തില്ലേ സാർ? അങ്ങനെ വരുമ്പോൾ ഒരു 80 സീറ്റ് കൂടുതൽ വരത്തില്ലേ സാർ? മാണിയല്ല, ജോസഫ്, ക്ഷമിക്കുക. അതെ, എനിക്ക് അറിയാതെ പഴയ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു പോയതാ. അല്ല, കോൺഗ്രസ് സുരക്ഷിതമാണ്. അയ്യപ്പദാസ് ഇതിനകത്തിൽ പറഞ്ഞില്ല, അവരുടെ നമ്പർ പറയുന്നതിനകത്തില് പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരെ ഈ നമ്പറുകൾ പറയുന്നത് വളരെ കൃത്യമാണ്. 80ഓളം സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു 60 സീറ്റുകൾ, 19-60 സീറ്റുകളിൽ അവർ വളരെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. അവരുടെ പാരമ്പര്യവും വർഷങ്ങളായിട്ട് ജയിച്ച സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. പണ്ട് അവർ ജയിച്ച സീറ്റുകളിൽ തന്നെയാണ്. ചില മണ്ഡലങ്ങൾ ഇപ്പൊ 26-28 മണ്ഡലങ്ങൾ 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ 1000 വോട്ടിന് താഴെ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അപ്പൊ അത്തരം കണക്കുകളൊക്കെ നമുക്ക് നിലവിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സാധിക്കും. അതേപോലെ തന്നെ പ്രതിപക്ഷ MLA-മാര്, നമ്മള് ഭരണപക്ഷത്തുള്ള MLA-മാര് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരും പറഞ്ഞല്ലോ 2 ടേമായിട്ട് അവർ മണ്ഡലം നോക്കിയവരാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല, വളരെ സജീവമായിട്ട് കൊണ്ടുപോവുകയാണ്. വളരെ സജീവമായിട്ട് എല്ലാ കാര്യവും, ഒരുപാട് ആന്റി ഇൻകംബൻസി ഫാക്ടർ സംസ്ഥാനത്ത് നിഴലിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വിലക്കയറ്റം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരെ, ഇപ്പൊ പാർട്ടിക്കെതിരെ തന്നെ പ്രശ്നമാണ്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം വരെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന അവസരമാണ്. ആ സമയത്ത് ഇത്ര ആത്മവിശ്വാസത്തോട് മത്സരിച്ചാൽ, അതാണ് 1 സീറ്റെങ്കിൽ 1 സീറ്റ്, 2 സീറ്റെങ്കിൽ 2 സീറ്റ്, വിജയിക്കാവുന്ന സീറ്റുകളിൽ ആളുകളെ നിർത്തുക.
തീർച്ചയായിട്ടും കണ്ണൂരും അടൂരും സംബന്ധിച്ച് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളൊന്നുമില്ല. ആ 2 സീറ്റുകളും ജയിക്കും. അതേപോലെ തന്നെ MK രാഘവൻ കോഴിക്കോട് MP എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഒരു 11 മണിയോടുകൂടി സുധാകരനെ കണ്ട ശേഷം കോഴിക്കോട് MP പറയുന്നുണ്ടായിരുന്നു. കോഴിക്കോട് 13 മണ്ഡലങ്ങളാണ്, 13 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റ് എനിക്ക് തന്നേര്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധിമുട്ടുള്ള സീറ്റ്, കോൺഗ്രസ് ഒരിക്കലും ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റ്. ഇപ്പൊ അവിടെ കോൺഗ്രസിന് വളരെ ചുരുക്കം ഒരു MLA മറ്റോ ആണ് ആ ജില്ലയിൽ നിന്നുള്ളൂ അല്ലെ. പഴയ വളരെ പാരമ്പര്യമുള്ള ജില്ലയായിരുന്നു അവിടെ. ഒരൊറ്റ സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ബുദ്ധിമുട്ടുള്ള സീറ്റ് എനിക്കിതാ, ഞാൻ മത്സരിച്ച് കാണിക്കാം, മത്സരിച്ച് ജയിപ്പിച്ച് കാണിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആത്മവിശ്വാസം, നമ്മൾ പറഞ്ഞില്ല ഇത്തരം കാര്യങ്ങളുടെ സാറ് പറഞ്ഞ പോലെ ഈ രാഘവൻ എന്ന് പറയുന്ന ആള് രാഘവേട്ടനാണ്. അവിടെ രാഘവേട്ടൻ മത്സരിക്കുമ്പോൾ പ്രദീപ് കുമാറിനൊന്നും ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഘവേട്ടൻ അവർക്ക് അത്ര വേണ്ടപ്പെട്ടതാണ് കോഴിക്കോടുകാർക്ക്, അല്ലെ? സാറിന് അത് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും അവരൊക്കെ ജനപ്രിയന്മാരാണ്, അവരൊക്കെ ജനപ്രിയന്മാരായിട്ടുള്ള MP ഒരുപാട് കാര്യങ്ങൾ ആ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള MP അത്തരത്തിലുള്ള സ്വാധീനമാണ് കേട്ടോ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്, രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ഒരാൾ പോലും ഒരു പിഴദോഷം പറഞ്ഞാത്ത MP ആണ് അദ്ദേഹം. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വെറുതെ ആണെങ്കിൽ പോലും എതിരാളികൾ പോലും ഉന്നയിക്കാത്ത രാഘവേട്ടൻ കണ്ണൂർ സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ രാഘവേട്ടൻ അങ്ങനത്തെ ഒരു MP ആണ് അദ്ദേഹം. അത്തരം പ്രിയപ്പെട്ടാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, അടൂർ പ്രകാശിന് അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊന്നും അവർ കൊടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയും കേട്ടിട്ടില്ല. കാരണം സ്വന്തം കയ്യിൽ നിന്നെടുത്ത് മണ്ഡലത്തിൽ ചെലവാക്കാൻ പ്രാപ്തിയുള്ള MP ആണ്. ഇപ്പൊ MP ഫണ്ടോ MLA ഫണ്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് തുക മുടക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള സാമ്പത്തിക ശേഷിയുള്ള MLA ആണ് അദ്ദേഹം, അല്ലെങ്കിൽ MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുന്ന ആളാണ്. അപ്പൊ അവരാരും അങ്ങനെ ഒരു സാമ്പത്തിക നേട്ടമോ മറ്റു കാര്യങ്ങളോ ഉദ്ദേശിച്ചൊന്നും അല്ല പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ജയിക്കാവുന്ന സീറ്റ് അത് ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ്, രണ്ടെങ്കിൽ 2, 3എങ്കിൽ 3 കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. ലീഗിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു, ലീഗിന്റെ സീറ്റും വന്നിട്ടുണ്ട്. ഇതിനകത്ത് 1-2 ചെറിയ സ്വാരസ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ വന്ന 27-28 സീറ്റുകളാണ് മത്സരിക്കുന്നത്. 2-3 സീറ്റുകളിൽ മാത്രം മത്സരം നടക്കുന്നു, നല്ല മത്സരം നടക്കുന്നു. ഒരു പക്ഷെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള കൂത്തുപറമ്പ് പോലെയുള്ള ചില മണ്ഡലങ്ങളൊക്കെ വരുന്നുണ്ട്, അവർ ലീഗ് മത്സരിക്കുകയാണ് അവിടെ. അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഒരു 20-25 ഇടയ്ക്ക് സീറ്റുകളെ ലീഗ് തീർച്ചയായിട്ടും നേടാവുന്ന മണ്ഡലങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള മലബാറിലെ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് നല്ല കുത്തക, നമ്മൾ പറയത്തില്ല, കുത്തക സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അപ്പൊ അത് ലീഗിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. അത്തരം കാര്യത്തിൽ ഒരു 1/3 സീറ്റ് ലീഗ് സംഭാവന ചെയ്തിരിക്കും, അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ബാക്കി കോൺഗ്രസിന്റെ ഭാഗം, UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പി ജെ ജോസഫിന്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. ഇപ്പൊ അവിടെ തലമുറ മാറ്റം തൊടുപുഴ സംഭവിച്ചിട്ടുണ്ട്. തൊടുപുഴ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സംഭാവനകൾ ചെയ്യാനേ വഴിയുള്ളല്ലോ. കോൺഗ്രസ് ആണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഭൂരിഭാഗം സീറ്റുകളിലും ശക്തമായ മത്സരങ്ങൾ, അതായത് ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുക. അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ, അനിവാര്യരായ സ്ഥാനാർത്ഥികളെ, അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക. മാനദണ്ഡങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇപ്പൊ ഉണ്ടാകുന്നില്ല. ഇപ്പൊ ജയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാം. അതിന് സമയമുണ്ടല്ലോ, അതിന് സമയം വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പോകും. കാരണം നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന ആളുകളെ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ കണ്ടില്ലേ. നേരം വെളുക്കുമ്പോഴേ LDF-ലെ ആളുന്ന ആള് BJP-യിലേക്ക് പോവുക, കോൺഗ്രസ്സുകാരൻ ഇതിലേക്ക് വരിക, CPI-കാരൻ BJP-യിലേക്ക്, എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിൽ ആ ചതുരങ്ങളുടെ ഇതെല്ലാം മാറിയിരിക്കുകയാണ്. ആർക്കും എവിടെയും പോകാമെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിലെ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മൾ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസരത്തിൽ ജയിക്കുക മാനദണ്ഡമല്ലേ ഇതിനകത്ത് വരുന്നുള്ളൂ. MP ആകണോ പോയോ, അല്ലെങ്കിൽ ഗ്രാമപ്പഴയ്ക്ക് പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയോ എന്നുള്ളത് കരുതിയിട്ട് അത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾക്ക് പാർട്ടി ശ്രമിക്കാതെ ഇങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന 1.5 മണി വരെ അങ്ങനെ നിമിഷം വരെ പോസിറ്റീവായ സിഗ്നൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സാധ്യതയാണ്. കണ്ണൂർ സുധാകരനെ പോലെ ഒരാൾ അസംബ്ലി മത്സരിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ അസംബ്ലി മണ്ഡലത്തെ മാത്രമല്ല, മൊത്തത്തിൽ മലബാറിനെ പോലും അത് സ്വാധീനിക്കും. നമുക്കിത് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് തന്നെയാണോ സർജിക്കൽ സ്ട്രൈക്ക്? VD സതീശൻ മനസ്സിൽ കണ്ട സർജിക്കൽ സ്ട്രൈക്ക് ഇത് തന്നെയാണോ, അല്ലെങ്കിൽ വിസ്മയം ഇത് തന്നെയാണോ?
സതീശൻ സത്യത്തില് ആദ്യം ഈ വിസ്മയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്രയും വരുമെന്ന് കരുതുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ വരുന്ന കരുതിയിരുന്നുള്ളതെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ വിസ്മയമല്ല, വിസ്ഫോടനങ്ങളാണ് അല്ലെ. വിസ്മയം എന്ന് പറയാനൊക്കത്തില്ല. സർ വിസ്ഫോടനം വെറും സ്ഫോടനമല്ല, വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടിയിലും. അതെ, എല്ലാ അതാണ് പാർട്ടിയിലും സംഭവിച്ചത്. ഏതായാലും സർ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഇതിലും വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകൻ കരുതുമ്പോൾ നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. നമുക്ക് തുടർന്ന് ഇരിക്കാം സർ. നന്ദി.